സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് രാജീവ് പ്രതാപ് റൂഡി. സൈന്യം ആവശ്യമാണ് എങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യം അറിയിച്ചാൽ മതി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തെ കേരളത്തിന് നൽകാൻ തയ്യാറാണ് എന്നും രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. BJP പ്രവർത്തകൻ ബിജുവിനെ കൊല ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാജീവ് പ്രതാപ് റൂഡി. സംസ്ഥാനത്ത് സമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കേന്ദ്രസേന വിന്യസിക്കാൻ തയ്യാറാണ്. If the state government wants deployment of paramilitary forces, if the state government feels that the situation is out of hand, they should seek the support of the central government. They should ask for more forces to protect such people. We will definitely consider that. But at the end of the day, the state government has to take a call and protect the life of citizens. The central government believes in the federal system, and that is not to be disputed at all. പയ്യന്നൂരിലെ RSS പ്രവർത്തന കൊലപാതകം ആസൂത്രിതമാണ്. ബിജുവിന്റെ കുടുംബത്തിന്റെ അവസ്ഥ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും. കുമ്മനത്തിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അതേസമയം തനിക്കെതിരെ കേസെടുത്തത് CPM നടത്തുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്ന് കുമ്മന രാജശേഖരനും ആരോപിച്ചു. ഇങ്ങനെ ഒരു കാര്യം, ഒരു തെറ്റ് ഒരു നാട്ടിൽ ചെയ്തിരിക്കുന്നു പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കുകയും തെറ്റ് ചെയ്തവർക്ക് കുറിച്ച് യാതൊന്നും പറയാതിരിക്കുക. നിയമ നടപടികളുമായി ഏതറ്റവരെ പോകാനും തയ്യാറാണെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. ഇന്നുച്ചയോടെയാണ് BJP നേതാക്കളോടൊപ്പം മന്ത്രി കൊല്ലപ്പെട്ട ബിജുവിന്റെ വീട് സന്ദർശിച്ചത്. കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്നും സംസ്ഥാന പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ പിതാവ് മന്ത്രിയോട് പറഞ്ഞു. BJP നേതാക്കളായ PK കൃഷ്ണദാസ്, K രഞ്ജിത്ത്, സത്യപ്രകാശ്, ബാംഗ്ലൂർ MP നളിൻകുമാർ കട്ടിൽ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം വീട്ടിലെത്തി. റിപ്പോർട്ടർ, കണ്ണൂർ. N ഷംസീർ CPIM നേതാവ്, അഡ്വക്കേറ്റ് രാംകുമാർ നിയമവിദഗ്ധൻ, N രാധാകൃഷ്ണൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, മുഹമ്മദ് സിറാജ് SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം N ഷംസീർ, സൈന്യം ആവശ്യപ്പെടുകയാണ് എങ്കിൽ കേരളം ആവശ്യപ്പെട്ടാൽ സൈന്യത്തെ നൽകാം, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുകയാണെങ്കിൽ അർദ്ധസൈനിക വിഭാഗവും റെഡി. അതിനെ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം അഫ്സ്പ വേണം എന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണെന്നിപ്പോൾ രാജീവ് പ്രതാപ് റൂഡി കേന്ദ്ര വാഗ്ദാനം നൽകുന്നത്. ഏത് നിലയിലാണ് കേരളം ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സഹായം തേടാൻ പോകുന്നത്? ഇവിടെ കേന്ദ്ര സഹായം തേടേണ്ടതായ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്നല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് തോന്നുന്നില്ല. പിന്നെ BJPക്ക് പലതും തോന്നും. കാരണം ഇപ്പോൾ അധികാരത്തിൻ്റെ അഹന്തയും കേന്ദ്രഭരണത്തിൻ്റെ ധാർഷ്ട്യവുമാണ് BJP നയിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് BJP നേതൃത്വം ഇത്ര ഇമ്മച്യൂറായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ആ ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. രാജീവ് പ്രതാപ് റൂഡി എന്തേ UPയിൽ പോകണമെന്ന് പറയാത്തത്? എന്തേ മുസാഫർപൂരിൽ സേന ഇറക്കാതിരുന്നത്? എന്തേ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്, ദളിത് ആക്രമിക്കപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ സെൻറ്ററിന് ഇറക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? ഹരിയാനയിലല്ലേ ഇറക്കേണ്ടത്? അവിടെയല്ലേ ദളിത്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്കറിയാം, രാജസ്ഥാനിലെ അൽവാറിൽ ഒരു ക്ഷീരകർഷകനെ മുസ്ലിം ആയതിൻ്റെ പേരിൽ തല്ലിക്കൊന്നത്. അവിടെയല്ലേ യഥാർത്ഥത്തിൽ സെൻട്രൽ ഫോഴ്സിന് അയക്കേണ്ടത്? കാരണം അവരല്ലേ ഭരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ഈ കേരളം വളഞ്ഞിട്ട് പിടിക്കാനുള്ള സംഘ് പരിവാർ നീക്കത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വർഗീയ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച ചരിത്രമാണ്. ആ ചരിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് പോകും. രാജീവ് പ്രതാപ് റൂഡിയെപ്പോലൊരു സെൻട്രൽ മിനിസ്റ്റർ നടത്തുന്ന ഈ ഇമ്മച്യൂറായ സ്റ്റേറ്റ്മെന്റ്സിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതിന്റെ പ്രതിഷേധം. കേരളത്തിലെ സൈന്യത്തെ വിന്യസിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ BJPക്ക്? അല്ല, ഇപ്പോൾ ഷംസീറിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ അരിയും തിന്ന് വീട്ടുകാരിയും കടിച്ചിട്ട് പിന്നെയും മുറുമുറുപ്പെന്നാണ്. കാരണം പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ഞങ്ങൾ 100% സമാധാനം ആഗ്രഹിച്ചിരുന്നവരാണ്. മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ആളുകളാണ്. അതിനുശേഷമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആ പ്രദേശത്ത് ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്ന ഒരു നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം എന്തെല്ലാം അരാജകത്വമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ നേതാവ് ബഹുമാനായ കുമ്മൻ രാജശേഖരൻ ഇതിൽ പോസ്റ്റിംഗ് ഇട്ടപ്പോൾ ഉടനെ തന്നെ പറയുന്നു കേസെടുക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ച് അത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ കേസെടുക്കുന്നു അല്ലെങ്കിൽ കേസെടുത്തു എന്ന് പറയുന്നു. ആരാ കേസെടുത്തത്? SP യുടെ നേതൃത്വത്തിൽ കേസെടുക്കുക.
അവിടെ കൊല ചെയ്യപ്പെട്ട ബിജുവിൻ്റെ ഘാതകരെ പിടിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് വെറും സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരാൾ. കുമ്മൻ രാജശേഖരനെ പോലെ 4 പതിറ്റാണ്ട് കാലമായി പൊതുജീവിതത്തിൽ നിറസാന്നിധ്യമായി ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരാളെ തെരഞ്ഞു പിടിച്ച് കേസിൽ പ്രതിയാക്കുന്നത് ആരെ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ്? അല്ല, ആര് പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തെ ഞെട്ടിച്ച, ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ജയകൃഷ്ണൻ മാഷിൻ്റെ കൊലപാതകം. ആ ജയകൃഷ്ണൻ മാഷിൻ്റെ കൊലപാതകം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന പ്രദീപനെ സ്വീകരിച്ചത് ജയരാജന്മാർ 3 പേരും ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ച് നേരെ പോകുന്നു. ആ മൊകേരി സ്കൂളിൽ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കണം. കേരളത്തിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. വേറെ ആർക്കും ഇടപെടാൻ കഴിയാത്ത ഗ്രാമമാണ്. അങ്ങനെയുള്ള മൊകേരി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് പടക്കം പൊട്ടിച്ച് സ്വീകരണം നൽകുന്നു. രണ്ടാമത് അവിടെയുള്ള രക്ഷകർത്താക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ആ സ്ഥാപനത്തിൻ്റെ PTA പ്രസിഡൻ്റാവുന്നു. അങ്ങനെ 100% കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ ഒരു നിഴൽ പോലും നീങ്ങണമെങ്കിൽ നിശ്ചയിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ ഇവർ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ ആഹ്ലാദ പ്രകടനത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ആ പ്രദേശത്ത് ജനങ്ങൾ പുറത്തു പറയാൻ ഭയപ്പെടും. കാരണം ഇപ്പോൾ കോടിയേരി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ തലശ്ശേരിയുടെ സിറ്റിയിൽ നടന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല പ്രശ്നം. കൊട്ടിയോടിയിൽ ജയരാജൻ ഇപ്പോൾ താമസിക്കുന്നത് കൊട്ടിയോടിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമമായ കൊട്ടിയോടിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ പ്രകടനം നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. നിൽക്കൂ ഷംസീർ, അതിന് മറുപടി KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം ജയിൽ മോചിതരായ പ്രതികൾക്ക് CPIMൻ്റെ സമുന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചുവന്ന മാലയിട്ടുകൊണ്ട്. ഇന്നിപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് എൻ്റെ പോസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതിനായി കേസ് അന്വേഷിക്കട്ടെ, നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും ഭയമില്ല അന്വേഷണത്തെ നേരിടാനെന്നാണ്. അതിനോടൊപ്പം കുമ്മനം കൂട്ടിച്ചേർത്ത കുറേ കാര്യങ്ങളുണ്ട്. ശരി, എനിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന് കേസെടുത്തു. എത്രയെത്ര CPMകാരാണ് കൊലപാതകളെ അഭിനന്ദിച്ചും അതിൽ അഭിരമിച്ചും കൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റുകൾ ഇട്ടത്? അവർക്കെതിരെ നടപടിയുണ്ടോ? ഇവിടെ ആദ്യം AN രാധാകൃഷ്ണന് ഒരു മിനിമം ധാരണയൊക്കെ കേസും നടത്തിപ്പൊക്കെ ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാവണം. നിങ്ങളൊരു ഉയർന്ന രാഷ്ട്രീയ നേതാവാണ്. 302 മർഡർ കേസ് അന്വേഷിക്കാൻ CI റാങ്കാണ്. അത് ഇത്രയും കാലം ഫോളോ ചെയ്യുന്ന കേസാണ്. അദ്ദേഹം ഇത് പിന്നെ TVക്കകത്ത് വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ബാക്ക് ഫയൽ പറയാൻ തുടങ്ങിയ രാധാകൃഷ്ണൻ ചേട്ടാ, നിങ്ങൾക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കണ്ടറിഞ്ഞ അറിവുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ക്രൂരതക്ക് ഇരയായവരാണ് ഞങ്ങളൊക്കെ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളിപ്പോൾ കണ്ണൂരിനെ പറ്റി നിങ്ങളുടെ ആളുകൾ പറയുന്ന തെറ്റായ നുണ വെച്ച് ചർച്ച ചെയ്യ രാധാകൃഷ്ണൻ ചേട്ടൻ. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം. ഈ ഡോക്ടേഡ് വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ട് കലാപത്തിന്, റയറ്റ്സിന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടി ഏതാണെന്ന് ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാലോ. നിങ്ങൾ ഡോക്ടേഡ് വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ട് എവിടെയെല്ലാം സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്താകമാനം, ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായ പ്രസ്ഥാനമല്ലേ. പിന്നെ ഈ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പം കുറച്ച് അഹങ്കാരം, ട്വിറ്ററിൽ നൽകിയ വീഡിയോയിൽ സംശയമുണ്ട് എന്നാണല്ലോ ഷംസീർ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ വാദം. അതിന് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നു. അത് കുമ്മനം രാജശേഖരൻ ഏറ്റോളാം. പക്ഷേ അതിനോടൊപ്പം തന്നെ രാമന്തളി കൊലപാതകത്തിന് ശേഷം എത്രയെത്ര പോസ്റ്റുകളാണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും നിറഞ്ഞാടുന്നത്. അതിനെതിരെ യാതൊരു ശബ്ദവും ഉയരുന്നില്ല. പൊളിറ്റിക്കലായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിയമപരമായി പോലീസിന്റെ ഭാഗത്തു നിന്നോ. ഈ സോഷ്യൽ മീഡിയ റെഗുലേറ്റ് ചെയ്യണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്ന ഈ ഡിസ്കഷൻസ് ഒരിക്കലും ചിലപ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ പാർട്ടിയുടെ, ഇപ്പോൾ CPIMൻ്റെ അനുഭാവികൾ എന്ന് പറയപ്പെടുന്നവർ പോലും, അതുപോലെ RSSൻ്റെ അനുഭാവികൾ എന്ന് പറയപ്പെടുന്നവരും ഇത്തരം അരോചകമായ പോസ്റ്റുകൾ ഇടാറുണ്ട്. ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് ഒരു വ്യാജ പോസ്റ്റ് ഇട്ടത്. അതിനെയും സോഷ്യൽ മീഡിയക്കകത്തുള്ള ഒരു തരം അവരുടെ ഈ പ്രതികരണങ്ങൾ, അതിനെയും നമുക്ക് ഒരേപോലെ കൂട്ടാൻ കഴിയില്ല. ഒരു ഉത്തരവാദപ്പെട്ട ദേശീയ പാർട്ടിയുടെ, ഒരു രാജ്യം ഭരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ CPMകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും. സ്വാഭാവികമായും പയ്യന്നൂർ കൊലപാതകത്തിന് പകരമാണ് രാമന്തളി കൊലപാതകം എന്ന് CPMകാർ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ടായേക്കാം. പക്ഷേ കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. NDAയുടെ വൈസ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖരനാണെന്ന് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും വർഗീയ കലാപം വരെ കാര്യങ്ങളിൽ എത്തിക്കാം.
ഇപ്പം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു പറ്റം നികേഷ് ഉൾപ്പെടെയുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ ഈ വിഷയത്തെ മറ്റു തരത്തിൽ കൊണ്ടുപോവുകയാണ്. കാരണം കേരളം മുഴുവൻ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു സർവകക്ഷി യോഗം, ആ സർവകക്ഷി യോഗത്തിൽ വിശ്വാസം അർപ്പിച്ചതിന് ശേഷം നടന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു പൈശാചികമായ കൊലപാതകം, ആ കൊലപാതകത്തിൽ ജനങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ, അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ പത്രധർമ്മം എന്താണ് ഞാൻ ആ അർത്ഥത്തിൽ കാണുക. അതേസമയം തന്നെ ഞാൻ ചോദിക്കട്ടെ, കതിരൂർ മനോജ് അല്ലല്ല, അത് നിങ്ങൾ ഇപ്പം ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി റിപ്പോർട്ടർ ചാനലും മലയാള മനോരമയും ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനലുകളിലകത്ത് കാണുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രം. മനോജ് വധക്കേസ് നടക്കുന്നു. ആ മനോജ് വധക്കേസ് നടക്കുന്ന സമയത്ത് കതിരൂർ മനോജിനെ കൊല ചെയ്യപ്പെടുമ്പോൾ ജയരാജൻ്റെ മോൻ എന്താ പോസ്റ്റിട്ടെ? വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നടന്നു എന്ന ജയരാജൻ്റെ മോൻ അതിനെ പോസ്റ്റിട്ടെ. അത് ജയരാജൻ്റെ മകനെ പോലുള്ള ഒരാളെ കുറിച്ചല്ല സൂചിപ്പിച്ചത്, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ കുറിച്ചാണ് ഷമീർ സൂചിപ്പിച്ചത്. ഞാൻ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അടക്കി പറഞ്ഞിട്ടില്ല. എൻ്റെ പദപ്രയോഗങ്ങളിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ അടക്കം ഞാൻ പറയുന്നില്ല. കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കന്മാർ, ആ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ രാജ്യത്ത് മുഴുവൻ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ്. അതിന് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന ആളാണ് കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ട് എന്താ കേസ്? എന്ത് നടപടിക്രമമാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചത്? ഇപ്പം എന്തിനാ കുമ്മൻ രാജശേഖരനെതിരായിട്ട് കേസെടുക്കുന്നത്? ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതാണ്. ഇപ്പം അവർ ഉദ്ദേശിക്കുന്നത് എന്താ? BJP പ്രവർത്തകന്മാർ മുഴുവൻ റോട്ടിലേക്ക് ഇറങ്ങി കുമ്മൻ രാജശേഖരൻ്റെ ഈ വിഷയത്തിനെതിരായ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ കൊലപാതക രാഷ്ട്രീയവും ഇവർ ജനങ്ങളെ കൊല്ലുന്നൊരു പാർട്ടിയല്ല നികേഷ്. ഇത്രയും വൃത്തികെട്ടൊരു പാർട്ടി രാജ്യത്തുണ്ടോ? കാരണം എന്തൊരു അരാജകത്വമാണ്, മനുഷ്യനെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ് കൊലപാതകം? ഇവർക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ലേ? ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഇവരല്ല, ഇവർക്ക് മുഖ്യമന്ത്രിയിൽ ഇവർക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവരത് മുഖ്യമന്ത്രി മാറ്റട്ടെ. അഡ്വക്കേറ്റ് രാംകുമാർ, കേരളത്തിലെ കേന്ദ്ര ഇടപെടൽ എത്ര കണ്ട് സാധ്യമാകും എന്ന് പരിശോധിച്ച് വരികയാണ് BJP. ഒരുപക്ഷെ ഇപ്പോഴുള്ള സദാശിവം ഗവർണറെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റുകയും പുതിയ BJP അനുഭാവിയായ RSS അനുഭാവിയായ ഒരു ഗവർണറെ കൊണ്ടുവരാൻ വളരെ ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇവിടെ ശോഭാ സുരേന്ദ്രനും MT രമേശ് അടക്കമുള്ളവർ ഗവർണർക്കെതിരെ ഉച്ചത്തിൽ പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ സ്വാഭാവികമായി ഇനി ഗവർണറെ മാറ്റുകയാണ് എങ്കിൽ എന്തിനാണ് മാറ്റുന്നത് എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള കോലാഹലം ഉണ്ടാകും. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് ഇന്നിപ്പോൾ കേന്ദ്ര പ്രതിനിധിയായി രാജീവ് പ്രതാപ് റൂഡി കേരളം സന്ദർശിക്കുകയും ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ താൻ മാനിക്കുന്നുവെന്നും സൈന്യം ആവശ്യമാണ് എങ്കിൽ കേരളം ആവശ്യപ്പെടണം, കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ല എങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അർദ്ധസൈനിക വിഭാഗത്തെയോ സൈന്യത്തെയോ അയക്കാം എന്നാണ് കേന്ദ്ര പ്രതിനിധിയായി, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്, രാജീവ് പ്രതാപ് റൂഡി BJPയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് ഏത് തരത്തിലാണ്? ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാർക്സിസ്റ്റ് അക്രമം അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPക്കാർ RSSകാർ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും. CPMകാർക്ക് RSSകാരെ ഭയമൊന്നുമില്ല, കേന്ദ്രം ഭരിക്കുന്നുണ്ട് എന്ന ഭീതിയൊന്നുമില്ല. ഇവിടെ ഒരു കൊലപാതകം നടന്നാൽ അവിടെ ഒരു കൊലപാതകം നടത്തിയിരിക്കുമെന്ന വാശിയിൽ തന്നെയാണ്. ഏത് തരത്തിലുള്ള ഇടപെടലിനാണ് ഇനി സാധ്യത കൽപ്പിക്കാൻ കഴിയുക നമുക്ക്? നികേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശ്രീ കുമ്മനം രാജശേഖരനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ചർച്ചാ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഷ്ട്രീയമായി കേന്ദ്രം ഇടപെടണോ വേണ്ടേ എന്നുള്ളതൊന്നും എൻ്റെ പ്രവർത്തന മേഖലയിൽപ്പെടുന്ന കാര്യങ്ങളല്ല, അത് തികച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്. പിന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രനും രമേശും ഗവർണറെ വിമർശിച്ചു, അത് പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിട്ട് ഭരണഘടനയിലെ ഒരു സ്ഥലത്തും ഗവർണറെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഒരു ടെസ്റ്റിന് തലയിൽ തട്ടമിട്ടത് പാടില്ല എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസിന് വിവരമല്ലേ അതെന്ന് ഇപ്പം മതേതര കക്ഷിയാണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കണ ലീഗിൻ്റെ നേതാവ് പറഞ്ഞല്ലോ. അതിനൊന്നും ആർക്കും പരാതിയില്ലല്ലോ. ഇന്ത്യയുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് വിവരമില്ലാത്ത ആളാണ് എന്നാണ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത്. നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല. എന്നെ ഏതോ ചാനലിൽ വിളിച്ചിരുന്നു, ഞാനിത് പമ്പര വിഡ്ഢിത്തരമാണെന്ന് തുറന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കുമ്മനം രാജശേഖരനെതിരായിട്ട് ഒരു കേസ് എടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് 153A അതിന് ബാധകമാകാമെന്ന്. അങ്ങനെയാണെങ്കിൽ
വളഞ്ഞ കത്തി ഉപയോഗിക്കുന്നൊക്കെ RSSകാരാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയുടെ ഒരു പള്ളിയുടെ ഒരു കേസിലും മുത്തൂറ്റ് ഒരു ചെറുപ്പക്കാരനെ വധിച്ച കേസിലൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരും കേസെടുത്തില്ലല്ലോ. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വളഞ്ഞ കത്തി ഉപയോഗിക്കുന്നത് RSSകാരാണ്. RSSകാർക്ക് യാതൊരു ബന്ധവും ഈ രണ്ട് സംഭവം ഉണ്ടായിരുന്നില്ല. പ്രകോപനപരമല്ലേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന? അന്ന് ആരും കേസെടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ കേസെടുത്ത കാര്യത്തിൽ മറ്റെന്തോ എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യ വ്യക്തി പറഞ്ഞതുപോലെ മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇത് ഒരു സർക്കാർ മെഷീനറിയോ പോലീസ് മെഷീനറിയോ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. ഇത് കണ്ണൂരിലെ സമാധാനം ഇവിടെ എന്തുകൊണ്ടാണ് 153A പ്രകാരം കേസെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൊലപാതകം നടക്കുന്നു, സ്വാഭാവികമായും അതിന് പ്രതികാരം മറ്റൊരിടത്ത് ഉണ്ടായേക്കാം എന്നൊരു ആശങ്ക സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴാണ് BJPയുടെ അധ്യക്ഷൻ RSS പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് CPIMകാർ നടത്തുന്ന പ്രകടനം എന്ന പേരിൽ രാജ്യമെമ്പാടും തൻ്റെ വീഡിയോ ട്വീറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. അത് ഒന്ന്, കേരളത്തിൽ തന്നെ RSSകാരൻ്റെ കൊലപാതകത്തിനെതിരെ പ്രതികാരം തീർക്കാൻ BJPക്കാർക്ക് പ്രകോപനമാകുന്നതാകാം ഒന്നത്. രണ്ട്, പിണറായി വിജയൻ ഏത് സംസ്ഥാനത്ത് പോയാലും RSSകാർ അവിടെ പ്രതിരോധം തീർക്കാറുണ്ട്, വലിയ തോതിലുള്ള യുദ്ധസമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ നിലയിൽ വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കലാപമുണ്ടാക്കാനുള്ള ആഹ്വാനമായി അത് മാറാം. അതുതന്നെയല്ലേ പ്രകോപനം ഉണ്ടാക്കുന്നതിന് എതിരെ കേസെടുക്കാനുള്ള പ്രകോപനം? നികേഷ്, ദയവീത് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ കേസ് ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് 153A വകുപ്പ് എന്ത് കാര്യങ്ങൾക്കാണ് നിൽക്കുക എന്നൊന്ന് പരിശോധിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന ആളുകൾക്ക് പോലും അറിയാം ഈ കേസിൽ 153A വരില്ല. കാരണം 153A ആകർഷിക്കപ്പെടണമെങ്കിൽ മതപരമായോ റേസ് പരമായോ ഭാഷാപരമായോ ഉള്ള പ്രകോപനം ഉണ്ടാവണം. മാർക്സിസ്റ്റ് പാർട്ടി ഒരു മതസംഘടനയാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുമോ? മുകേഷ്, അവരായിട്ട് സഹകരിച്ച ആളുകളാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു മതസംഘടനയാണെന്ന് അവകാശപ്പെടുന്ന ഞാൻ വിചാരിക്കുന്ന 100% വർഗീയമായ സംഘടനകളുമായി അവർ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ വർഗീയ സംഘടനയാണെന്ന് ആരും പറയില്ല, അവർ ശത്രുക്കൾ പോലും പറയില്ല. പിന്നെ എങ്ങനെ 153A വരിക? 153A ഒന്ന് വായിക്കാൻ പറയൂ ചർച്ചയ്ക്ക് വരുന്നവരോട്, അല്ലെങ്കിൽ ചാർജ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പിണറായി വിജയന് ഒരുപാട് നിയമോപദേശകരും എല്ലാ വിഭാഗത്തിലും ഉപദേശകരുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് വായിക്കട്ടെ. ഇത് ഒരു പരിഹാസ്യമായ നടപടിയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തെയും ഇവിടുത്തെ നിയമസമ്പ്രദായത്തെയും പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ചാർജാണ് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ പേരിൽ എടുത്തിട്ടുള്ളത്. അത് ഒരിക്കലും നിലനിൽക്കില്ല എന്നാണ് ഞാൻ പഠിച്ച എളിയ നിയമവ്യവസ്ഥകളെ. 153A പ്രകാരം പ്രൊമോട്ടിംഗ് enmity between different groups on grounds of religion, race, place of birth, residence, language, etc. and doing acts prejudicial to maintenance of harmony എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നിരിക്കെ ശരിയാണ്. രാഷ്ട്രീയമായ പ്രതികാര മനോഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തെറ്റായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് എങ്കിൽ അത് ഈ പരിധിയിൽ വരില്ല. അല്ല, പരിധിയിൽ വരുമോ ഇല്ലേ എന്നുള്ളത് ബഹുമാന്യനായ വളരെ സീനിയർ അഭിഭാഷകൻ അദ്ദേഹം കോടതിയിൽ വാദിച്ച് തെളിയിക്കട്ടെ. കോടതിക്കകത്ത് കേസെത്തുമല്ലോ, അപ്പോൾ നിൽക്കില്ലെങ്കിലും ഒഴിവായിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ കേസെടുത്തിരിക്കുന്നു, അദ്ദേഹത്തിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാംകുമാർ സാർ സംസാരിച്ചത്. അത് എത്രമാത്രം ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നത്തിന് കള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. അത് ശരിയാണോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലായിരുന്നു RSS ഇപ്പോൾ രാജ്യത്തെമ്പാടും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ RSSനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു ഇന്ത്യയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനാണ്. നിങ്ങളൊരു RSSനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ബിറ്റ്വീൻ ദ ലൈൻസ് നിങ്ങൾ RSSനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ സംഘർഷങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. ഒരു ഡോക്ടേഡായ വീഡിയോ എന്തിനാണ് പ്രചരിപ്പിക്കേണ്ട കാര്യം? അദ്ദേഹത്തിന് തന്നെ ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ ഈ ദുരഭിമാനം വെടിയണം. ഞാൻ ചോദിക്കുന്ന ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. എനിക്ക് തെറ്റുപറ്റിയെന്ന് ജനങ്ങൾക്ക് മുമ്പാകെ പറയുന്നതിൽ ഒരു തെറ്റുള്ള ആളല്ല ഞാൻ, ഒരു ദുരഭിമാനമുള്ള ആളല്ല ഞാൻ. അതുപോലെ ഞങ്ങളുടെ പാർട്ടിയും അങ്ങനെ തന്നെയാണ്.
BJP ഇന്ത്യയിൽ ഒരു വലിയ പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് പാളിച്ച പറ്റി. എന്തുമായിക്കോട്ടെ, അത് പ്രചരിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹം ദുരഭിമാനം വെടിഞ്ഞ് അത് തെറ്റെങ്കിൽ തെറ്റ് ആണെന്ന് സമ്മതിച്ച് അത് വിഡ്രോ ചെയ്യുന്നതിലെന്ത് ഇത്ര പ്രശ്നം? പകരം അതിനകത്ത് അടിയുറച്ച് നിന്ന് ഇതാ ഞാൻ പിടിച്ച മൊയിലിന് 2 ചെവി കൊമ്പാണെന്ന രീതിയിലേക്ക് എന്തിനെങ്ങനെ വാദമോ കാണിക്കേണ്ട കാര്യം? കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിറാജിന്റെ പരാതി അനുസരിച്ച് ഇത് രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടാക്കുമെന്നാണോ അതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുമെന്നാണോ? അല്ല, ഞാനിവിടെ കൊടുത്ത പരാതിയും പയ്യന്നൂരിൽ നടന്ന കൊലപാതകം ദൗർഭാഗ്യകരമായ സംഭവമാണ്, അപലപനീയമാണ് എന്ന് CPIMന്റെ നേതാക്കന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ കൊലപാതകത്തെ സർവാത്മന എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കൊലപാതകത്തിൻ്റെ മറവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അത്യന്തം പ്രകോപനപരമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. ഈ കൊലപാതകത്തിൽ ആഹ്ലാദ ചിത്തരായ CPIMന്റെ പ്രവർത്തകന്മാർ ബാൻഡ് മേളം കൊട്ടി ഈ കൊലപാതകത്തെ ആഘോഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ വീഡിയോ നേരത്തെ ഏതോ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്ന വീഡിയോ. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അതോടൊപ്പം ആളുകളൊക്കെയുള്ള ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അവരുടെ മുഖം പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വീഡിയോ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ ശ്രമിച്ചത് നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി കലാപമുണ്ടാക്കാൻ, വർഗീയ കലാപമുണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് BJP നടത്തിയത്. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ MP ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നടത്തിയ ട്വീറ്റും സമാനമാണ്. അദ്ദേഹം നടത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ RSSന്റെ അക്രമി സംഘം ഉത്തര മലബാറിലെ എല്ലാ ജനങ്ങളും ആശ്രയിക്കുന്ന ആ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ കാഷ്വാലിറ്റി അടിച്ചു തകർക്കുന്ന അനുഭവം ഉണ്ടായി. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് രോഗിയുമായി വരുന്ന സന്ദർഭത്തിലാണ് RSSന്റെ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് അവരുടെ സാന്നിധ്യത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. അത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. നമ്മുടെ നാട്ടുകാരെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ട കാര്യമാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ട്വീറ്റ് ചെയ്തത് CPIMന്റെ ആളുകൾ ഈ കൊല്ലപ്പെട്ടയാളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആശുപത്രി ആക്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട ഏതെങ്കിലും സാധാ പ്രവർത്തകരല്ല ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ കലാപമുണ്ടാക്കാൻ വേണ്ടി, അതോടൊപ്പം വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടാനുള്ള വലിയ ശ്രമമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. മറുപടി കേൾക്കുന്ന സമയത്ത് വലിയ തമാശ. അല്ല, സിറാജ് പല കാര്യങ്ങളും പറയുമല്ലോ, കാരണം സിരാജ് SFIയുടെ പ്രവർത്തനമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുന്നംകുളത്ത് ബാലാജി കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ടു. ബാലാജി എങ്ങനെയാണ് ജയിലിലേക്ക് പോയത്? ഏത് തരത്തിലാണ് ബാലാജി ഉൾപ്പെടെയുള്ള ആളുകൾ പോയത്? 100 കണക്കിന് ആളുകളുമായി കൊട്ടിഘോഷിച്ചുകൊണ്ടല്ലേ പോകുന്നേ. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായ ഞാനൊന്ന് പറഞ്ഞിട്ട് പറയാം. ഇപ്പോൾ കേരളത്തിൻ്റെ പരമോന്നതമായ ഹൈക്കോടതി ജയരാജനെ ശിക്ഷിച്ചു. ജയരാജൻ ജയിലിലേക്ക് പോയത് എങ്ങനെയാണ്? ഈ എറണാകുളം ജില്ല ഒരിക്കലും സംഘർഷഭൂമിയല്ല. ഈ സംഘർഷഭൂമിയല്ലാത്ത പ്രദേശത്ത് പോലും ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവന്ന് ജനാധിപത്യ സംവിധാനമായ ഹൈക്കോടതിക്കെതിരായ വെല്ലുവിളി നടത്തി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സ്വീകരണം കൊടുക്കാൻ തയ്യാറെടുത്ത് പിന്നീട് ആരോ ഇടപെട്ടാണ് മാറ്റിവെച്ചത്. ഞാൻ പറയുന്നത് വ്യാജ വീഡിയോ ഒന്നത്. രണ്ടാമത്തേത് RSS നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എൻ രാധാകൃഷ്ണനും എനിക്കും അറിയാം. അവിടെ അക്രമാസക്തരായ BJP പ്രവർത്തകരാണ് അവിടുത്തെ അതിന്റെ കെട്ടിടം അടിച്ചു തകർക്കാൻ ശ്രമം നടത്തിയത്. അവിടുത്തെ ആംബുലൻസ് അടിച്ചു തകർക്കാൻ. കമ്മ്യൂണിസ്റ്റുകാരനാകല്ലേ അങ്ങ്? ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇപ്പൊ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് തിരുവനന്തപുരത്ത് ജയിലിൽ പോകുമ്പോ ആരാണ് സ്വീകരണം കൊടുത്തത്? പഴയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ഞങ്ങൾ ജനാധിപത്യത്തെ കയ്യിലെടുത്തിട്ടില്ല. കണ്ണൂർ ജില്ലയിലുണ്ടായ ഈ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ നിങ്ങളുടെ സ്ഥലങ്ങൾ എണ്ണി പറഞ്ഞു. കോടിയേരിയിൽ ഞാൻ ഉന്നയിച്ചിട്ടില്ല, കൊട്ടിയോടിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഷെയ്ൻ രാധാകൃഷ്ണൻ ഇവിടെ മുഹമ്മദ് സിറാജ് എന്ന് പറയുന്ന SFI ജില്ലാ സെക്രട്ടറിക്ക് പോലും നിങ്ങൾക്ക് മറുപടി ഇല്ലാതാകരുത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ കള്ളപ്രചരണങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം അതിന് ചർച്ചയിൽ പറഞ്ഞല്ലോ, ഒരു കൂട്ടം ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും
കേരള ഗവൺമെൻറ്റും എടുത്തിട്ടുള്ള നിലപാട് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനം എതിരാണ്. മനസ്സിലാക്കണം, നിങ്ങൾ മുഴുവൻ ആളുകൾ എതിരാണ്. നികേഷിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. നികേഷി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വെറുക്കപ്പെട്ടവൻ്റെ പാർട്ടിയായി ഇവർ മാറുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇവർ വളരെ ആസൂത്രിതമായ രീതിയിൽ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന 4 പതിറ്റാണ്ട് കാലം നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ആര് പറഞ്ഞു വ്യാജ വീഡിയോ? ഞാൻ ചോദിക്കട്ടെ, വ്യാജ വീഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ അടിവരയിട്ട് പറയൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കൊട്ടിയോടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, മൊകേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുമ്മനം രാജശേഖരൻ, ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ താങ്കളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഒരു വീഡിയോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ട്വീറ്റ് ചെയ്ത വീഡിയോ എവിടെയുള്ളതാണ്? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ആവശ്യമായ തെളിവുകൾ കൃത്യസമയം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. കേസെടുത്തു. അല്ല, അത് വരട്ടെ. ഞാൻ ചോദിക്കേണ്ടത് എല്ലാ വിഷയങ്ങളും, ഈ വിഷയങ്ങൾ നിങ്ങളിപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ഈ വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന സമാധാന ചർച്ചകളെ ഒരു പറ്റം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ജയരാജന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അട്ടിമറിച്ചു. അവർ പാവങ്ങളെ വെട്ടിക്കൊന്നു. ഈ വെട്ടിക്കൊന്ന സാഹചര്യത്തിൽ ഉണ്ടായ സംഭവം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള, അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ വന്നിട്ടുള്ള ജനപങ്കാളിത്തം നോക്കിയാൽ, ഈ കഴിഞ്ഞ ദിവസം മരിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകൻ ബിജു മരിക്കുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങളാ വന്നേ. അതെ, ഈ ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾ അവതരിപ്പിച്ചാൽ, അവരെ മുഴുവൻ ഒരു RSS ആക്കും. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാംകുമാർ. അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോ എന്താ പറഞ്ഞ? പറഞ്ഞോട്ടെ, മൂന്നാറിൽ ഒരാൾ കയ്യേറ്റം അഴിപ്പിക്കാൻ പോയാൽ ഉടനെ RSS ആയി. ഈ രാജ്യത്ത് നല്ല കാര്യങ്ങൾ മുഴുവൻ പറയുന്ന ആളുകൾ, ചെയ്യുന്ന ആളുകൾ നിങ്ങൾ RSSകാരായി ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചാനലിൽ വന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. ആയിക്കോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ഏതാ ചോദിച്ചേ? ഈ വീഡിയോ, കുമ്മനം രാജശേഖരൻ ട്വീറ്റ് ചെയ്ത വീഡിയോ എവിടെ വെച്ചാണ്? അല്ല, അത് പറയേണ്ട സമയത്ത് കൃത്യമായി കുമ്മനം രാജശേഖരൻ മറുപടി പറയുന്നത് ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജീവ് പ്രതാപ് റൂഡി പങ്കെടുത്ത സ്ഥലങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പൊ ഈ ഇതിനെ സംബന്ധിച്ച് എൻ രാധാകൃഷ്ണൻ തന്നെ പറയുന്നു ഇത്ര സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ കേസ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോ മൊകേരി എന്ന് പറയുന്ന ഗ്രാമം, ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ മാടായി ഉൾപ്പെടെ പണ്ടിങ്ങനെയായിരുന്നു, ഇപ്പോൾ ആ പ്രദേശം മാറിയതാണ്. മൊകേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമാണ്. തുടരുക ശ്രീ ഷംസീർ. 14 ഇടങ്ങളിൽ അല്ലേ? 14 ഇടങ്ങളിൽ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാകാം ഇത്. RSSന്റെ ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. അവർ അഡോപ്റ്റ് ചെയ്യുന്നത് മുസോളിനിയൻ, അവർ അഡോപ്റ്റ് ചെയ്യുന്നത് ഗീബൽസിയൻ സ്ട്രാറ്റജിയാണ്. ഒരു നുണ 100 തവണ ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമാകുമെന്നുള്ള ഗീബൽസിയൻ സ്ട്രാറ്റജി. അതിൻ്റെ ഭാഗമാണ്. ആദ്യം ഒരു സ്ഥലം പറഞ്ഞു, 12 സ്ഥലം പറഞ്ഞു, ഇനി ചിലപ്പോൾ നാളെ എത്തുമ്പോൾ 100 ആവും. അവരിപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രാമം ഇവിടെയില്ല, ഞങ്ങൾക്ക് കേരളത്തിനകത്ത് പാർട്ടി ഗ്രാമങ്ങളുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരുണ്ട് ഞങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾക്കകത്ത് ഉൾപ്പെടെ, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾക്കകത്ത് ഉൾപ്പെടെ. പിന്നെ നിങ്ങൾ ഈ RSSനെ കുറിച്ച് പറയും, RSS ആരാ? ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്ത, നിങ്ങളിപ്പോൾ കുമ്മനത്തെ ഗാന്ധിയാക്കാൻ ശ്രമിക്കും. കുമ്മനം മഹാത്മാഗാന്ധി ഒന്നല്ല. കുമ്മനം എന്തോ പണ്ഡിതപ്രജ്ഞനാണെന്നൊക്കെ പറയുമ്പോൾ കുമ്മനം ഈ രാജ്യത്ത് ഒരു വർഗീയത അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നു, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതാവായിരുന്നു. അപ്പോൾ നിങ്ങളെന്തോ കുമ്മനത്തെ മറ്റേ മഹാത്മാഗാന്ധിയോട് ഉപമിച്ച് സംസാരിക്കേണ്ട രീതിയൊന്നുമില്ല. അദ്ദേഹം അങ്ങനെയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം RSSലൂടെ ഈ രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന RSSലൂടെ പൊതുരംഗത്ത് വന്ന ആളാ. BJPയുടെ ചരിത്രത്തിലായിട്ട് ഇങ്ങനെയുള്ള പ്രസിഡന്റ് ആവുന്നത്. BJPക്ക് നേരത്തെയും പ്രസിഡന്റുമാരുണ്ടായിരുന്നു. BJPയുടെ പ്രസിഡന്റുമാരൊന്നും ഇങ്ങനെ പക്ക പ്യൂർ RSS ആയ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയിലൂടെ പ്രചാരകന്മാരായ RSSകാരുണ്ടായിരുന്നില്ല, പ്രസിഡന്റുമാരുണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് പ്രചാരകനായ പ്രസിഡന്റ് വരുന്നു. നിങ്ങൾ ആലോചിക്കണം, BJPയുടെ പ്രസിഡന്റാണ് ശ്രീധരൻപിള്ള, CK പത്മനാഭൻ, കൃഷ്ണദാസ്. ഇവര് വളരെ ക്ലിയറായി വർഗീയ കലാപം ഉണ്ടാക്കി കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കുന്ന ഇവിടെ ഇപ്പോ ഷംസീറിനോട് എനിക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാനുള്ളൂ.
ആറന്മുളയിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ പരിസ്ഥിതി സമരം അതിന് നേതൃത്വപരമായ പങ്കുവച്ച കുമ്മൻ രാജശേഖരനോടൊപ്പം ഈ വർഗീയവാദിയായിരുന്നുവെങ്കിൽ എന്തിനാ എം എ ബേബി പോയെ? എന്തിനാ എം എ ബേബിയും വി എസ് അച്യുതാനന്ദനും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തത്? എന്തിനാണ് ആളുകൾ ഇവിടെ കുമ്മനം രാജശേഖരന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ട്വീറ്റ് ഉണ്ടായി, അതിന് റീട്വീറ്റ് ചെയ്യാൻ BJPയുടെ ദേശീയ നേതാക്കൾ പോലും തയ്യാറായി എന്നുള്ളത് കേസെടുക്കേണ്ട വിഷയമാണെന്ന് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഈ തലകൊയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് RSS പ്രവർത്തകരെ ആക്ഷേപിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നവരെ കൈകൾ തലയും വെട്ടി മുന്നേറ്റം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആശാസ്യമാണോ? ഇത്തരം നിയമ നടപടികൾ കൊണ്ടല്ലേ അതൊക്കെ തടയാൻ നമുക്ക് കഴിയൂ? അതെ, പക്ഷെ നിയമ നടപടികൾ എടുക്കുമ്പോൾ എല്ലാ വകുപ്പിനും ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ പീനൽ കോഡ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചാർജ് ചെയ്യണമെന്ന് പറയാനുള്ള അധികാരമല്ലേ, സ്വാതന്ത്ര്യമല്ലേ, അതിനുള്ള കൺട്രോളില്ലേ? നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടു നടക്കാനുള്ള കഴിവുണ്ടല്ലോ. എല്ലാ വിഭാഗത്തിനും ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇന്ന് ഉപദേശകരുണ്ടല്ലോ. ഇന്നിപ്പോൾ ഒരു ഉപദേശകയെ പറ്റി നമ്മൾ TV വാർത്ത കണ്ടതാണ്, ഹോർട്ടികോർപ്പിൻ്റെ. അതൊക്കെ രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് പോട്ടെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിയമപ്രകാരം നിലനിൽക്കുന്ന കേസുകൾ അല്ലാതെ ശ്രദ്ധ തിരിക്കാനോ പോലീസിനെ പരിഹാസ്യമാക്കാനുള്ളൊരു നടപടിയാണോ? പിണറായിയെ പോലെ പരിചയസമ്പന്നനായൊരു ആഭ്യന്തരമന്ത്രി എന്നും മുഖ്യമന്ത്രി എന്നും കേരളം പ്രതീക്ഷിക്കുന്നത്. രാംകുമാർ, ആ വകുപ്പ് നിൽക്കില്ല എങ്കിൽ നിയമപരമായി കുമ്മനം രാജശേഖരന് സാധ്യതകളുണ്ട്. അത് ആ കേസ് തന്നെ റദ്ദ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കുമ്മനം ട്വീറ്റ് ചെയ്യുന്ന വീഡിയോ അത് എവിടെ നിന്നാണ് എന്ന് പറയുക എന്നുള്ളത് വളരെ പ്രാഥമികമായ കാര്യമാണ്. അതുപോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ CPMൻ്റെ പ്രചരണം, ഇത് വ്യാജമാണ് എന്ന പ്രചരണം, അതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുകയാണ്. രണ്ടാമത്തേത്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ നേരത്തെ വ്യക്തമാക്കേണ്ടായി. അപ്പോൾ ആ നിലയിലുള്ള പരസ്പര വൈരം സൃഷ്ടിക്കുന്ന, കലാപം സൃഷ്ടിക്കുന്ന കമൻറ്റുകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട് എന്നാണ് താങ്കളുടെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഗവൺമെൻറ്റിന് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് ആരും തടസ്സം നിൽക്കുന്നില്ല. ഇവിടെ വിദ്വേഷ പ്രസംഗം, വിദ്വേഷത്തിൻ്റെ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭരണഘടനയോ ജനാധിപത്യമോ അംഗീകരിക്കുന്നില്ല. അത് ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും ഇല്ല. ഇവിടെ നിരന്തരം കേൾക്കുന്ന ശബ്ദങ്ങളാണ് ഫാസിസ്റ്റ്, വർഗീയം, ഇതൊക്കെ. ഈ പറയുന്നവരെന്താ ചെയ്യണം? പ്രത്യയശാസ്ത്രപരമായ ഒരു ചെറിയ വ്യതിചലനത്തിന് 51 വെട്ടിയ പാർട്ടിക്ക് ഫാസിസ്റ്റുകളെ എതിർക്കാനുള്ള ധാർമ്മികമായ ഇതുണ്ടോ? ധാർമ്മികമായ അവകാശമുണ്ടോ? 51 വെട്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശമാണ്. കണ്ടോ, ഞങ്ങളെ വിട്ടുപോയാൽ നിൻ്റെ അനുഭവം ഇതാണ്. ഇത് കേരളത്തിലെ പ്രേക്ഷകരും മുഴുവൻ കണ്ടതാണല്ലോ, ചർച്ച ചെയ്താണല്ലോ. എന്നിട്ട് അവരാണ് ഫാസിസം ഫാസിസം എന്ന് ആവർത്തിച്ചിട്ട് അതിനെ അർത്ഥശൂന്യമാക്കുന്നത്. ഫാസിസം എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളതിനെ പറ്റി തർക്കമല്ല. പക്ഷേ എതിർക്കുന്ന ആളുകൾ സ്വയം പരിഹാസ്യരാവുകയാണ്. അതുകൊണ്ടാണ് വിശാലമായി ഈ രാജ്യത്ത് 2 കടലോരങ്ങളിലും മാത്രം ഈ പ്രസ്ഥാനം ഒതുങ്ങിക്കഴിയുന്നത്. ഈ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഒരു മഹത്തായ പ്രസ്ഥാനമായിരുന്നു അത്. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്നായിരുന്നു. വടക്കേ മലബാറിലെ കർഷകരെ മുന്നോട്ട് കൊണ്ടുവന്നായിരുന്നു. ഇന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് അനുഭവമുണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണ്. ഇന്ന് വാസ്തവത്തിൽ ദയനീയത തോന്നുന്നു. നമ്മുടെ വിശാലമായ രാജ്യത്ത് ഒരു മലയിടുക്കിലും 2 കടലോരത്തും മാത്രം തങ്ങി നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. എന്താണ് കാരണം? ഇതുപോലെ അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രീതികളും ഇത് അവസാനിപ്പിച്ചാൽ ആ പണ്ട് മഹത്തായിരുന്ന ആ പ്രസ്ഥാനത്തിന് ഇനിയും ഭാവി ഉണ്ടാക്കും. എൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്, നികേഷ് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. ഇത് വളരെ ക്ലിയർ ആണല്ലോ. കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബാഗ്. വക്കീലിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ട്. 51 വെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഞങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ലല്ലോ. അതേ, നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ ആണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ തലമുതിർന്ന അഭിഭാഷകനാണ്. ഒരുപക്ഷെ എൻ്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ലോയിൽ. എൻ്റെ പ്രായത്തേക്കാൾ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് വ്യൂ ആണ് പുറത്തേക്ക് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വിമർശിക്കുമ്പോൾ തന്നെ RSSനെ വിമർശിക്കണം. നിങ്ങളത് തയ്യാറാവുന്നില്ലല്ലോ. എന്തിനിങ്ങനെ പക്ഷം പിടിച്ച് നിങ്ങൾ പറയുന്നു എനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് വ്യൂ ആണെന്നാണ്. നിങ്ങൾ ബയാസ്ഡായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു മാർക്സിസ്റ്റ് വിരോധം വന്നിരിക്കുന്നു. എൻ്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഭിഭാഷകൻ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ, എന്തിനാ ഇങ്ങനെ RSSന് വേണ്ടി വക്കാലത്തെടുക്കേണ്ട കാര്യം? നിങ്ങൾ പറഞ്ഞു ഞാൻ RSS ആണ്, എന്താ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് RSS ആവാമല്ലോ. നിങ്ങളിപ്പോൾ ഞങ്ങളെ ബ്ലെയിം ചെയ്തു, ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 51 വെട്ടിനെ കുറിച്ച് പറയുന്നു, കൊല്ലപ്പെട്ട ഞങ്ങളാളുകളെ കുറിച്ച് നിങ്ങൾ മിണ്ടാത്തത്. നിങ്ങൾ റോറിംഗ് ക്രിമിനൽ പ്രാക്ടീസ് ഉള്ള ഒരാളല്ല. നിങ്ങൾക്കറിയാലോ ഹൈക്കോർട്ടിൽ എത്ര കേസുകൾ നടക്കുന്നുണ്ടെന്ന്, എത്ര CPMകാർ കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്ന്, എത്ര വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന്. എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാലോ. നിങ്ങളെന്താ അത് പറയാത്തത്? നിങ്ങളെന്താ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്താൻ തയ്യാറാവാത്തത്? നിങ്ങളിങ്ങനെ ഇനിയിപ്പോൾ കേസിനകത്തെടുത്ത 153A നിങ്ങൾക്കല്ലേ നല്ലത്? നിങ്ങൾ കോടതിയിൽ പോയി ആർഗ്യൂ ചെയ്തോ, ഇതാ ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കേസ് നിൽക്കുന്നതല്ല, നിങ്ങൾ ക്വാഷ് ചെയ്തോ. പകരം ഇതെടുത്തിരിക്കുന്ന പിണറായിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, പിണറായിയുടെ ഉപദേശകന്മാരാണ് തെറ്റെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ രീതിയിൽ പറഞ്ഞു തീർക്കുക. പകരം നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് CPM-എതിരായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾക്ക് കാരണം ജനാധിപത്യത്തിനകത്ത് ആർക്കും ഏത് പക്ഷവും സ്വീകരിക്കാം. ഞങ്ങൾ ആരും ഇതിന് എതിർപ്പില്ല. പിന്നെ ഇപ്പോഴും ഞാൻ പറയാണ്, ഇവിടെ ചെയിൻ ഓഫ് ഇൻസിഡൻസ് എന്താ പറയുന്ന രാധാകൃഷ്ണൻ പറയുന്നത്, ഈ പീസ് മീറ്റിങ്ങിന് ശേഷം CPM ചെയ്തു എന്നാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ബന്ധവും ഇല്ല. ഞങ്ങൾക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണ് പ്രതികൾ 24 മണിക്കൂറിനകം പിടിക്കാൻ പോലീസിന് കഴിഞ്ഞത്. അത് നിങ്ങൾ കാണണം. അതുമാത്രമല്ല, അതിനകത്ത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു, അതിനകത്ത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ട് ഞങ്ങൾ ഷീൽഡ് ചെയ്യില്ല, ഞങ്ങൾ സംരക്ഷിക്കില്ല, വളരെ ക്ലിയറായി പറഞ്ഞു. അതുമാത്രമല്ല, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ പീസ് മീറ്റിങ്ങിനെ കുറിച്ച് രാധാകൃഷ്ണൻ പറഞ്ഞു, 32 ഇൻസിഡന്റുകൾ 2017 ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള പീസ് മീറ്റിന് ശേഷം അരങ്ങേറി. 14 ശേഷം 32 ഇൻസിഡന്റുകൾ. കൊല്ലപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ഈ രാധാകൃഷ്ണന്റെ പ്രസംഗം കേട്ടാത്തോന്നും RSSകാർ വായിൽ കൈയിട്ട കടിക്കാത്തവരെന്നാ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത. ഞാനൊരു ജനപ്രതിനിധിയാ, എൻ്റെ വീട്ടിന് മുന്നിൽ വന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയവരാ നിങ്ങൾ. ഇതല്ലേ നിങ്ങളുടെ സംസ്കാരം? ഇതാണ് RSSന്റെ സംസ്കാരം. CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കയറി മണി എന്ന പാവപ്പെട്ട മുനിസിപ്പൽ തൊഴിലാളിയെ അടിച്ചു കൊല്ലാൻ നിങ്ങൾ. ഇരുട്ടാണ് മുഴുവൻ. അപ്പോൾ എവിടെയാണ് എന്നെ സംബന്ധിച്ച് എൻ രാധാകൃഷ്ണൻ പറയാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയുന്നുണ്ടോ ഇതെവിടെയാണ് എന്ന്? അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്, ശരിയാണ്. ആബാലവൃദ്ധം ജനങ്ങൾ അതിനകത്തുണ്ട്. ഒരുപക്ഷെ ഡ്രം പോലുള്ള കാര്യങ്ങൾ കൊട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇതെവിടെയാണ് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത നൽകുകയാണെങ്കിൽ അത് ഖണ്ഡിക്കാനെങ്കിലും എൻ രാധാകൃഷ്ണൻ കഴിഞ്ഞേക്കുമായിരിക്കും. പരിഹാസ്യമായിട്ടുള്ള വാദമാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ ഇവിടെ ഉന്നയിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. ആ വ്യാജ വീഡിയോ നേരത്തെ നടന്ന ഏതോ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ വ്യാജ വീഡിയോ, ഇവിടെ CPM പ്രവർത്തകർ, ഇവിടെ BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അത് ഏത് സ്ഥലത്ത് എന്ന് പറയാനുള്ള ബാധ്യത ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കാണ്. നിങ്ങൾ നോക്കൂ, കുമ്മൻ രാജശേഖരന് പ്രാദേശിക പ്രവർത്തകർ അയച്ചു കൊടുത്തൊരു വീഡിയോ ആണ്. എന്നിട്ട് അത് അദ്ദേഹത്തിന് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത് ആഹ്ലാദ പ്രകടനമാണ് എന്നാണ്. CPMന്റെ 14 കേന്ദ്രങ്ങളിൽ 14 ഗ്രാമങ്ങളിൽ ഈ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ട് എങ്കിൽ കേസ് നടക്കുമ്പോൾ ഇത് ഇന്ന സ്ഥലത്താണ് എന്ന് വ്യക്തമായി പറയാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ആ വീഡിയോ ഇരുട്ട് നിറഞ്ഞതാണ്. അതിൽ വേറെ പരിസര പ്രദേശങ്ങളൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ ആ കേസിൻ്റെ വിശദാംശം എന്നുള്ള നിലയിൽ നേരത്തെ പറയേണ്ട കാര്യം എന്താണ്? അതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. CPIM പ്രവർത്തകർ ഏതെങ്കിലും ഒരാളുടെ മരണത്തെ ആഘോഷിക്കുന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ല. RSSന്റെ ചരിത്രമാണത്. നേരത്തെ UR അനന്തമൂർത്തി മരണപ്പെട്ടപ്പോൾ രാജ്യമെമ്പാടും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും പടക്കം പൊട്ടുകയും ചെയ്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് RSS. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയപ്പോൾ നാഥുറാം വിനായക് ചെയ്തപ്പോ പ്രസ്ഥാനമാണ് RSS. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോളേജിന് മുമ്പിലുള്ള പ്രസംഗമാണ് ഇവർ. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. ഞാൻ ചോദിക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള വിവരക്കേട് വിളിച്ചു പറയും. കൃത്യമായി ചർച്ച നടത്തട്ടെ, കൃത്യമായി ചർച്ച. ഞാൻ പറയുന്നു, കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ആനന്ദമൂർത്തിയുടെ മധുരപലഹാരം വിതരണം ചെയ്യുന്നു. എന്ത് വിവരക്കേട് വിളിച്ചു പറയുന്നത്? ഗാന്ധിജി കൊന്ന കാര്യങ്ങളെ പറയുന്നു. ഇവരെല്ലാം ഈ രാജ്യത്ത് മുഴുവൻ ഒറ്റുകൊടുത്ത ആളുകൾ. സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ച
ആളുകൾ ആരാ? 1942 കിറ്റ് ഇന്ത്യ സമരത്ത് ഒറ്റുകൊടുത്ത ആരാ? സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്തു, രാജ്യത്തെ ഒറ്റുകൊടുത്തു, ചൈനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ത്യ ഒറ്റുകൊടുത്തു. അങ്ങനെ ഈ പാവപ്പെട്ടവനെയും പട്ടികജാതിക്കാരനെയും മതകൃതനെയൊക്കെ ഒറ്റുകൊടുക്കുന്ന ഈ ആളുകൾ ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനാ മൈതാന പ്രസംഗം നടത്തുന്നത്? വേറെ വല്ല പ്രസംഗം നടത്താലോ നമുക്ക്. ചർച്ച പോകുമ്പോൾ ഇതുപോലെ ഇപ്പൊ ഷംസീറായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് വെറുതെ കൊച്ചു പയ്യൻ ഏതോ കോളേജിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ ഇതുപോലെ ആയിരിക്കും പരാതി. ഞാൻ ചോദിക്കുന്നത് ഒരു കോളേജിന്റെ മുമ്പിൽ മൈതാന പ്രസംഗം നടത്തുന്ന പോലെ ആനന്ദമൂർത്തി ഗാന്ധിജി ആ ചർച്ച പുള്ളിയുടെ നേതാവിനെ വിളിച്ചു വരുത്തേ നമുക്ക് സത്യം വിളിച്ചു പറയുമ്പോൾ എന്തിനാ രാധാകൃഷ്ണൻ നിങ്ങളെപ്പോലത്തെ ഒരു സീനിയർ പൊതുപ്രവർത്തകൻ ഇങ്ങനെ രോഷാകുലനാവുന്നത്? എന്തിനാ ഈ രോഷാകുലനാവേണ്ട കാര്യം? അയാൾ വിളിച്ചോ UR അനന്തമൂർത്തിക്ക് നിങ്ങൾ BJP അധികാരത്തിൽ വന്നപ്പോ ഈ പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ അദ്ദേഹം മരിച്ചപ്പോൾ പടക്കം പൊടിച്ചിട്ടില്ലേ? ഇല്ലാന്ന് സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും. UR അനന്തമൂർത്തി മരിച്ചപ്പോ നിങ്ങൾ ബാംഗ്ലൂരിൽ പടക്കം പൊടിച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷേധിക്കൊന്നും വേണ്ട. നിങ്ങളൊരു വിദ്യാർത്ഥി നേതാവ് പറയുന്ന കാര്യം എന്തിനീ അസഹിഷ്ണുത? കോളേജ് പ്രസംഗം നിങ്ങൾ ശാഖ പിണറായി വിജയനെ പേടിയാണ് എങ്കിൽ അദ്ദേഹം ആ പദവി വിട്ടു പോകണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ആ നിലപാട് തന്നെയാണോ BJPയുടെ സംസ്ഥാന നേതൃത്വം? അല്ല, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ആധികാരികമായി സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകനായ മലബാർ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കേസെടുത്ത് ചർച്ച ചെയ്യേണ്ട അതിനാണ് പറഞ്ഞു വരുന്നത്. ആ ചർച്ചയും ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു പറ്റം പത്രദൃശ്യ മാധ്യമങ്ങളും കേരള ഗവൺമെന്റും ഈ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായി ജനരോഷം വരുമ്പോൾ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ജനരോഷം വരുമ്പോൾ വളരെ ആസൂത്രിതമായി നിങ്ങൾ ഇത് ഈ വിഷയങ്ങൾ ഡെയിലി ചർച്ചയ്ക്ക് എന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കുമ്മനം രാജശേഖരനെതിരെ കേസെടുത്തത്? അതിന് കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കാത്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, ആരോട് ചോദിക്കാൻ? ആരാണ് ഞാൻ ചോദിക്കട്ടെ? ഇപ്പോ പിന്നെ വരമ്പത്ത് കൂലി എന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ സമയത്ത് പോലീസ് ഏത് പോലീസ് പരിശോധിച്ചവരാണ്? ഇപ്പൊ എന്താ പറയുക? ഇപ്പൊ പിണറായി വിജയൻ എന്താ വെച്ചാൽ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് എന്താ? കുമ്മനം രാജശേഖരനെതിരെ കേസ് കൊടുക്കുമ്പോൾ രാജ്യം മുഴുവൻ അതിന്റെ പിന്നാലെ പോകും, വലിയ സമരവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതിന്റെ ചുളിവിൽ നിന്ന് ഈ പാവപ്പെട്ടവനെ വെട്ടിക്കൊന്ന് ആ വെറുപ്പും അറപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാർട്ടിക്കെതിരായിട്ടുള്ള ജനരോഷത്തെ അങ്ങനെ തല്ലിക്കെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നത് ജനങ്ങൾ ഇവരെതിരാ. ഇന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയേ, ഔട്ടാണ് ഇവര് ഔട്ടാണ്. ബംഗാളിന്റെ റിസൾട്ട് എന്താ? ബംഗാളിന്റെ റിസൾട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ക്ലിയർ സെക്കൻഡ് ആകും എന്നാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ ഇവരുടെ പൊസിഷൻ എന്താ? അല്ല, നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിലപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതിന് പകരം എന്തിനാണ് ഈ ആളുകളെ ഭയപ്പെടുത്തുന്നത്? എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് എൻ്റെ വളരെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് കണ്ണൂരിൽ നടന്ന ഈ പൈശാചികമായ കൊലപാതകത്തെ കുറിച്ചാണ്. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ നിങ്ങളെല്ലാവരും കൂടി ഗവർണർക്ക് ആ പദവിയിൽ പിണറായി വിജയനെ പേടിച്ചിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നാണ്. MT രമേശ് പറയുന്നത് നമുക്ക് ഒരു ദൂതൻ ആവശ്യമില്ല, ഗവർണർക്ക് കൊടുക്കുന്ന കത്തിൽ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ഒരു പറ്റം ആളുകളുടെ ധാരണയും അവരുടെ കാഴ്ചപ്പാടും അവരുടെ പരിപാടിയും നിലവിലുള്ള ഈ ജനരോക്ഷമുണ്ടല്ലോ, ഈ സർക്കാരിനെതിരായി പിണറായിക്കെതിരായിട്ടുള്ള ജനരോഷം, ആ ജനരോഷത്തെ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. അതിലേതായാലും കൊളത്താൻ ഞാൻ തയ്യാറല്ല. എല്ലാ മീഡിയയും BJP ഒത്താശ പാടണമെന്നൊന്നും നിങ്ങളെല്ലാവരും പറയുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മറുപടി പറയണം നിർബന്ധമില്ല. ഇത് പരീക്ഷ ഒന്നുമല്ലോ, ക്വസ്റ്റ്യനെയർ ക്വസ്റ്റ്യനെയർ നടത്താം. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ജനങ്ങള് അല്ല അങ്ങനെ വേണ്ട, ആ ഭാഷ വേണ്ട. ജനങ്ങളെ സംബന്ധിച്ച് ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതിനെതിരായിട്ട് വികാരമുണ്ട്. ഞങ്ങളത് ജനങ്ങളുടെ മുമ്പാകെ പ്രചരിപ്പിക്കും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും വീടിൻ്റെ അടുത്ത് വരെ
നിഷ്ഠൂരമായി ആളുകളെ കൊല ചെയ്തതിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണത്തിൽ ഞങ്ങൾ ഏർപ്പെടും. നിങ്ങൾ എന്നെ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പിണറായി വിജയന്റെ നിങ്ങളുടെ കള്ളപ്രചരണമല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടെ എൻ്റെ നികേഷ്, നിങ്ങൾ ആ നാട്ടുകാരനല്ലേ? ഒരു CPM പ്രകടനത്തിനെതിരായിട്ട് ആളുകൾ വന്ന് കൊല്ലാൻ സാധിക്കും? ഏത് ലോകത്തെ എൻ്റെ പൊന്ന് സുഹൃത്തെ നടക്കുമോ? നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെ നടക്കാനാ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊച്ചാക്കി കാണണോ? എനിക്ക് ചോദിക്കണേ, നിങ്ങൾ CPM കൊച്ചായി കാണണോ? ഞാൻ അത്ര കൊച്ചായി കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രത്തിൽ പോയി 4 പ്രവർത്തകർ ജാഥക്കെതിരായി ഒരു സംഭവം നടത്തി കൊന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് രാധാകൃഷ്ണൻ അറിയോന്നറിയില്ല, പുത്തൻകണ്ടത്തൊരു കൊട്ടേഷൻ സംഘമുണ്ട്. RSSന് വേണ്ടി ആളുകളെ കൊല്ലും, ഒപ്പം ആളുകളിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ഗുണ്ട കൊട്ടേഷൻ സംഘത്തിന്റെ പണിയുമെടുക്കും. പുത്തൻകണ്ടം കൊട്ടേഷൻ സംഘം, രാധാകൃഷ്ണൻ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി നിങ്ങളുടെ RSSകാരോട് അങ്ങനെ ഒരു ടീമുണ്ടോ എന്ന്. പുത്തൻകണ്ടത്ത് RSSകാരെ പോലും ചിലപ്പോൾ അവർ തല്ലും. RSSന്റെ കൊട്ടേഷൻ സംഘം, അവരുടെ പണി ആളുകളെ പിടിച്ചോണ്ടുപോവുക, പൈസ പിടിച്ച് വാങ്ങിക്കുക, ആളുകളെ തട്ടിക്കൊണ്ടുപോവുക. ഈ രീതിയിലൊരു കൊട്ടേഷൻ സംഘമുണ്ട്. ആ കൊട്ടേഷൻ സംഘമാണ് രവീന്ദ്രനെ കൊന്നത്, പിണറായി വിജയന്റെ വീട്ടിനടുത്ത് വെച്ച കൊന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ മഹാമാന്യന്മാർ, നിങ്ങൾ വായിൽ കൈയിട്ട കടിക്കാത്തവര്, നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ കൊലപാതകങ്ങൾ എത്രയാ? ഈ രാജ്യം കണ്ട വംശഹത്യ, ഗുജറാത്ത് വംശഹത്യ, അത് നേതൃത്വം കൊടുത്തവരാ നിങ്ങൾ. ഇപ്പൊ UPയിൽ നടക്കുന്ന എന്താ? മുസഫർപൂരിൽ, ഹരിയാനയിൽ നടക്കുന്ന എന്താ? രാജസ്ഥാനിലെ ആൽവാറിൽ നടന്ന എന്താ? എല്ലാം നിങ്ങളല്ലേ? നിങ്ങൾക്കിപ്പോ കുറച്ചൊരു മെജോറിറ്റി കിട്ടിയിട്ടുണ്ട്. 2010 ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പേടിയാണ് എങ്കിൽ ഗവർണർ പദവി ഒഴിയണമെന്നാണ്. ഗവർണർക്ക് കൊടുക്കുന്ന പരാതി ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് കൈമാറുകയല്ല ഗവർണറിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്ത് നടപടിയാണെന്ന് MT രമേശിനെ പോലുള്ളവരും. ഫെഡറൽ സംവിധാനം അംഗീകരിക്കാനാണ് ഇന്ന് രാജീവ് പ്രതാപ് റൂഡി പറയുന്നത്. ആ നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ നടപടി വേണം എന്ന ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഗവർണറായിരിക്കുന്ന, മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഗവർണറായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കാര്യങ്ങൾ അസാധ്യമാണ്. പൊളിറ്റിക്കലായി BJP ആഗ്രഹിക്കുക കുറേ കൂടി രാഷ്ട്രീയ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരുന്നത്. ഇതൊരു ക്ലാഷായി ഭാവിയിൽ രൂപപ്പെടാനിടയില്ലേ? ഒരു വർഷം പോലും പൂർത്തിയാകുന്നില്ല പിണറായി വിജയൻ സർക്കാരിന്. ഗവർണറെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രാഥമികമായിട്ടും കേന്ദ്ര മന്ത്രിസഭയാണ്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ്. ഇവിടെ BJP നേതാക്കൾ ഗവർണറെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ഗവർണറെ എന്തെല്ലാം ആഭാസത്തരം പറഞ്ഞ് വിമർശിച്ചു. അന്നൊന്നുമില്ലാത്ത ഭരണഘടനാ സംരക്ഷണം നമ്മുടെ കേരള ഗവർണർക്ക് മാത്രമുണ്ടോ? നമ്മുടെ ഭരണഘടനയിൽ ഏത് ഉന്നത പദവി വഹിക്കുന്ന ആളുകളെയും വിമർശന വിധേയമാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ വിമർശനം അതിര് കടക്കരുതെന്ന് മാത്രം. മാന്യതയുടെയും സഭ്യതയുടെയും അതിരുവരമ്പുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ചീഫ് ജസ്റ്റിസിന് വിവരമില്ല എന്ന് പറയാൻ ഇവിടെ ഒരു മതേതര പാർട്ടിക്ക് സാധിച്ചത്. ഇവിടെ നിൽക്കുന്ന ജനാധിപത്യം കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗവർണറെ വിമർശിക്കുന്നത് നാളെ കേന്ദ്രത്തിനെ കൊണ്ട് ഇടപെടിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഒരുപാട് ഓവർ സ്റ്റേറ്റ്മെൻറ്റാണ്, അതിര് കടന്ന ഒരു ആശയമാണത്. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടാകും തോന്നില്ല. കാരണം ഒരുപാട് അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയാണ്. ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ പ്രകടനത്തിൻ്റെ ശക്തിയിലാണ് പിണറായി ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മന്ത്രിസഭയെ തകിടം മറിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭ തുനിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ. എന്തായാലും അടിസ്ഥാനപരമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. എനിക്ക് ആ കാര്യത്തിൽ വലിയ വിജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിയമപരമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല നികേഷ് ചോദിച്ച കാര്യം. പിന്നെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന രാഷ്ട്രപതിയായിരുന്ന മലയാളി KR നാരായണൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല പട്ടാളത്തെ അയക്കാൻ. എന്നിട്ട് പോലും അവിടെ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ ആ നിലയിലുള്ള ഒരു ഇടപെടലാണ് BJPയുടെ സംസ്ഥാന നേതാക്കൾ ചിലർ ആവശ്യപ്പെടുന്നത്. ഈ ഗവർണർ തുടരുന്നത് നല്ലതാണോ ചീത്തയാണോ? അല്ല, ഇതിനെ സംബന്ധിച്ച് സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആ സർക്കാരിനെ പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് കോടതി വിധികൾ വന്നല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ആ സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോൾ
ആദ്യമായി ആ പിരിച്ചുവിട്ട നടപടിക്രമങ്ങൾക്കെതിരായി നിലപാടുകൾ സ്വീകരിച്ചത് RSSൻ്റെ അന്നത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഞങ്ങൾ ഫെഡറൽ വ്യവസ്ഥയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ജനാധിപത്യപരമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയം കണ്ണൂരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിൻ്റെയും ഉറപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ മരിച്ച ആളുകളുടെയൊക്കെ വീടുകളിൽ പോവുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണൂർ ജില്ലയിലെ ഗ്രാമങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അക്രമത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ബിജു എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും സമുന്നതനായ ജനസ്വാധീനമുള്ള ഞങ്ങളുടെ മണ്ഡലകാര്യവാഹമായിട്ടുള്ള ബിജു എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതേസമയം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഞങ്ങൾ ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. ആ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഗവർണർക്ക് രേഖാമൂലം ഞങ്ങളുടെ O രാജഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അസ്പ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളതിനെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ള കാരണം ആ ആവശ്യപ്പെടുന്നതിൻ്റെ അന്തസ്സത്ത കേരള ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നല്ല. ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധപ്പെട്ടവരുമായി ആലോചന നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ രാംകുമാർ, വളരെ വേഗത്തിൽ BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആവശ്യം അസ്പ കേരളത്തിൽ വേണം എന്നാണ്. അതായത് പ്രത്യേകമായ പട്ടാളാധികാരം. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ 1958 വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമായി പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം. അതൊക്കെ സാധ്യമാണോ? യുക്തി വെച്ചാണോ BJP സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ? അല്ല, നിയമപ്രകാരം സാധ്യമാണോ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിന് ബോധ്യപ്പെട്ടാൽ സാധ്യമാണ്. പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് അതിലെ യുക്തിയാണ്. NSCN-IM അടക്കമുള്ള നാഗ തീവ്രവാദികൾ മണിപ്പൂരിൽ സാമ്പത്തിക ബ്ലോക്കേഡ്, എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾക്ക് സ്വൈരവിഹാരം നടത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം. ഇവിടെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എവിടെ നിൽക്കുന്നു? മണിപ്പൂരിലെ പ്രത്യേക സാഹചര്യം എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് BJPക്ക് കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്ന് വിചാരിച്ച് എന്ത് വങ്കത്തരവും ആവശ്യപ്പെടാൻ കഴിയുമെന്ന സ്ഥിതിവിശേഷമാണോ? അല്ല, അതാണ് നികേഷ് ഞാൻ പറഞ്ഞത്. ഭരണഘടനാപരമായി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കക്ഷി തന്നെ കേരളത്തിൽ ഇത് ആവശ്യപ്പെട്ടു എന്ന ഏക കാരണം കൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പണ്ട് EMS നമ്പൂരിപ്പാടിൻ്റെ ഗവൺമെൻറ് പിരിച്ചുവിട്ടത് ആ സാഹചര്യത്തിലാണ്. അതിനി ആവർത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആവർത്തിച്ചപ്പോഴൊപ്പം തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉത്തരാഖണ്ഡിന്റെ കാര്യത്തിൽ തന്നെ, അരുണാചൽ പ്രദേശിന്റെ കാര്യത്തിൽ തന്നെ, നേരത്തെ ബൊമ്മ കേസിൽ കർണാടകത്തിന്റെ കാര്യത്തിൽ തന്നെ. ഇവിടെ ഷിയേൻ ഷംസീർ, വളരെ ഗുരുതരമായ ഒരു വിഷയമാണിത്. ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ ഒന്ന് ശാന്തമായി വരികയായിരുന്നു. RSSും CPM-ഉം എനിക്ക് തോന്നുന്നത് 130 കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്ന് സമാധാനത്തിലേക്ക് വീണ്ടും തനിയെ കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് മറ്റൊരു നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകം. യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ യഥാർത്ഥത്തിൽ RSSൻ്റെ കയ്യിലേക്ക് വീണ്ടും രാഷ്ട്രീയം കൊണ്ട് എന്നെത്തിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ BJPക്ക് വടി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ CPIM-ന് ബന്ധമുണ്ടെങ്കിൽ, CPIM പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള സഹായവും പാർട്ടി നൽകില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഒന്ന്. അതോടൊപ്പം സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇനിയും തുടരും കണ്ണൂരിൽ. 2. മൂന്നാമത്തത്, ഇവർ പറയുന്നത് പോലെ കൊലപാതകം നടന്നു എന്നുള്ളത് ശരിയാണ്, ന്യായീകരിക്കുന്നില്ല. ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല. രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് കൊലപാതകം. ഇവിടെ 32 സംഭവങ്ങൾ കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. 32 സംഭവങ്ങൾ. അതിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഒരു ടാക്സി ഡ്രൈവറെ, അദ്ദേഹം ഒരു അനുഭാവി മാത്രമാണ്, അദ്ദേഹത്തിന് നേരെ ബോംബെറിഞ്ഞു. ടാക്സി കാത്തു നിൽക്കുന്ന ആൾക്ക് പരിക്ക് പറ്റി. നിങ്ങളും അവരും ഒരേ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കണ്ണൂർ വീണ്ടും അശാന്തമാകും. അതല്ല, ഇപ്പോൾ ഇത് ശരിക്ക് ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തള്ളിപ്പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, തള്ളി പറഞ്ഞല്ലോ, അല്ല ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ പറഞ്ഞു, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞിരുന്നു.
ആ തള്ളിപ്പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് നിലപാടെടുത്തിട്ടുള്ളത് CPM-ൻ്റെ ലോയേഴ്സ് ഫോറത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ അഡ്വക്കേറ്റ് വിജയകുമാറാണ് ജാമ്യത്തിലിറക്കാനും മറ്റ് നടപടിക്രമങ്ങൾക്കുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇത് പറയുകയും വേറെ ഭാഗത്ത് ഇതിന് അവസരം ഒരുക്കി കൊടുക്കുകയും പോലീസിനെ സംബന്ധിച്ച് നിഷ്ക്രിയമാക്കി മാറ്റുകയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിജുവിനെ 15 ദിവസം മുമ്പ് അയാളുടെ പോലീസ് സംവിധാനം മാറ്റി. പോലീസ് സംവിധാനത്തെ മുഴുവൻ മാറ്റി സൈബർ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി വേണ്ടത്ര രേഖകൾ ഒരുക്കി എങ്ങനെയൊക്കെയാണ് മൂവിംഗ് എന്ന് മനസ്സിലാക്കി അവസരം ഒരുക്കിയിട്ടാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ചെറിയൊരു ആക്ഷേപം ലാഘബുദ്ധിയോട് നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഷെയ്ൻ ഷംസീർ ഒരു വാചകത്തിന് അതിന് മറുപടി വരണം. അതായത് സൈബർ പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബിജുവിന്റെ വീട്ടുകാർ പറയുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. അതിൽ ഇവർക്ക് ചില അജണ്ടകളുണ്ട്, RSSന് ചില അജണ്ടകളുണ്ട്. RSS പോലീസ് CBI ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളും ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ തിരിച്ചുവിട്ടപ്പോൾ യഥാർത്ഥ പ്രതികളാണ് എന്ന് ഫസൽ കേസിലെ കാര്യത്തിൽ ബോധ്യപ്പെട്ടു. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പോൾ ബോധ്യമുള്ളതാ. ഇവർക്ക് പല അജണ്ടകളുമുണ്ട് CBI കൊണ്ടുവരുന്നത്, കാരണം CBI എന്നത് കേജ്ഡ് പാരറ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് പല അജണ്ടകളുണ്ടാകും. വളരെ നന്ദി ശ്രീ ഷംസീർ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് രാംകുമാർ, AN രാധാകൃഷ്ണൻ, മുഹമ്മദ് സിറാജ് ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. അല്പസമയത്തിനകം മെഡിറ്റേഴ്സ്.